സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഒന്ന് കുനിഞ്ഞു, ഇന്നൊന്നും ഓർമ്മയില്ലടോ. ക്യൂബയിലേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടോ? സിദ്ധാർത്ഥ, നമ്മളായിട്ട് ക്യൂബയെ കൊച്ചാക്കി സംസാരിക്കരുത്. ചോദിച്ചതിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയൂ. അല്ല, എനിക്ക് അതിന് ഫാക്ട് ഇല്ല, എനിക്കറിയില്ല. അവൻ ഇനി വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഷിറാസാണ്. കഴിഞ്ഞ ദിവസം ലൈവിൽ ഡിസ്കഷൻ വന്നില്ലേ? ഏത് വിഷയം? സംസാരിച്ച വിഷയം പറയൂ. നമ്മള് പലതും പറയാറുണ്ടല്ലോ. അതല്ല, ഇന്നിപ്പം ഒരു 7 hours മുമ്പ് എന്റെ പേരിലാണ് ആ വീഡിയോ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ പേരിലോ? ഇല്ല. ഏതാണ് വീഡിയോയുടെ ടൈറ്റിൽ? എന്താ? മറ്റേ അഴകൊഴമ്പൻ കമ്മി കോയ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. അഴകൊഴമ്പൻ. നമ്മള് ഷിറാസ് ബിലാൽ. അതെ അതെ അതെ. എന്താ കാര്യം? ടൈം ലൈനിൽ കാർഡിലിട്ടിരിക്കുന്ന എന്റെ ഫോട്ടോ അല്ലേ? അതിനെന്താ കുഴപ്പം? എന്റെ ഫോട്ടോ യൂസ് ചെയ്തിട്ട് എന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട്. അതൊത്തിരി ഭയങ്കര വിഷമം എന്നെയും വീട്ടുകാരനെയൊക്കെ. അത് നമ്മുടെ വിഷയം. നിങ്ങൾ വിളിക്കുമ്പോൾ ആലോചിക്കണ്ടേ? അങ്ങനെയല്ല, എന്റെ ഫോട്ടോ യൂസ് ചെയ്യാൻ പാടില്ല. ഇനി അഥവാ വിളിച്ചാൽ നിങ്ങൾ മണ്ടത്തരം പറയുമ്പോൾ ആലോചിക്കണ്ടേ? മണ്ടന്മാരായാൽ അല്പമെങ്കിലും ബുദ്ധി വേണം. അത് വേണം. പബ്ലിക് പ്രോഗ്രാമിൽ നിങ്ങൾ വന്ന് നിങ്ങൾ പബ്ലിക്കായിട്ട് സംസാരിച്ച കാര്യം ഞാൻ പബ്ലിക്കായിട്ട് അത് കട്ട് ചെയ്ത് ഷെയർ ചെയ്യുന്നതിന് എന്താ ബുദ്ധിമുട്ട്? അങ്ങനെയല്ല, എന്റെ ഫോട്ടോ യൂസ് ചെയ്യാൻ പാടില്ല. കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? ഞങ്ങൾ അസ്വസ്ഥരാണ്. ലൈവ് വീഡിയോവും ഈ പറയുന്ന വീഡിയോ തമ്മിൽ എന്താ വ്യത്യാസം? അല്ല, വ്യത്യാസം ലൈവ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ലൈവിൽ വന്ന് സംസാരിച്ചു, അത് ഓക്കെ. ആ വീഡിയോ കിടക്കുന്ന ഇഷ്യൂ ഇല്ല. അതെ, അതും ഇത് തമ്മിൽ എന്താ വ്യത്യാസം? അത് നിങ്ങളുടെ ഈ പറയുന്ന ഇതിൽ നിന്ന് വരുന്ന ഫോട്ടോ അല്ലേ? ഇങ്ങനെയൊന്നും പറയരുത്. എങ്ങനെ ഓർത്തോണ്ടിരുന്ന സങ്കടം വരും. അപ്പൊ തുടങ്ങാല്ലേ? ഹായ്, ഹലോ. ഹലോ. ആക്ച്വലി ഞാൻ കാരക്കൂട്ടിൽ ദാസൻ. ഞാൻ ഹരിദൂസിന്റെ വീഡിയോസ് കുറച്ച് ദിവസമായിട്ട് 2 ദിവസമായിട്ട് എന്നെ കാണുമായിരുന്നു. ഞാൻ മീൻസ് കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അപ്പൊ അതിലെനിക്ക് തോന്നിയ ഒരു കാര്യം, പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, എക്സെപ്റ്റ് വൺ തിങ്. അത് എല്ലാ ഇസ്ലാം വിശ്വാസികളും ഒരു പൊട്ടൻഷ്യൽ ജിഹാദി ആണെന്ന് പറയുന്നിടത്തെ ഒരു പ്രോബ്ലം ഫീൽ ചെയ്തു. ഒരു എക്സ്ട്രീമിസം തന്നെയാണല്ലോ അത്. പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ വാക്ക് എന്താ നിങ്ങൾ മനസ്സിലാക്കണം? അതിനെപ്പറ്റി എന്ത് പറയുന്നു? മതം ഒരു എന്താ പറയാ, ഒരു വയലന്റ് ഒരു ഇതാണല്ലോ. പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിരിയാ. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട. പൊട്ടൻഷ്യൽ എന്നുള്ള വാക്കുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയത്? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അല്ലെ, പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുന്നത് എല്ലാം ജിഹാദ് എന്ന് പറയുമ്പോൾ എന്താന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അപ്പൊ ഈ വാളെടുക്കണ മാത്രമാണോ ജിഹാദ്? അല്ല, ഞാൻ പറയുന്നത് ഒന്നാമത് സാറിന് ബ്രെയിൻ കുറവാണ്. രണ്ടാമത് അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ അറിയില്ല. വക്കീൽ സാർ വ്യക്തമായിട്ടൊരു കൊനസ്റ്റ് പറ, സാറിന് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ മറ്റൊരു ഉദാഹരണം പറയും. ഇപ്പൊ വീട്ടില് വളരെ മാന്യമായിട്ട് സമാധാനപരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വീടാണ് എൻ്റെ വീട്. ഓക്കെ, നമുക്ക് ഈ മതത്തിൽ വിശ്വാസമില്ല എന്ന് പറയുന്നു. ആ വിശ്വാസം ഇല്ല എന്ന് പറയുമ്പോൾ നമ്മളെ പാരൻസ് നമ്മളോട് എതിർപ്പ് കാണിക്കുന്നു. ആ എതിർപ്പ് കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. നമ്മൾ വിവാഹ ബന്ധത്തെ ബാധിക്കുന്നു. ഇത് ചെയ്ത ആളുകൾ അവരവിടെ നടത്തിയത് ജിഹാദാണോ അല്ലേ? ജിഹാദാണോ അല്ലേ? ജിഹാദ് തന്നെ കൂട്ടിക്കും. യെസ് ഓർ നോ? ഈസ് ഇറ്റ് എ ജിഹാദ് ഓർ നോട്ട്? ഓക്കെ, മനസ്സിലായി എനിക്ക്. എനിക്ക് ജിഹാദ് എന്ന് പറയുമ്പോൾ മതത്തിൽ പറയുന്നത് അറിയില്ല. അതാണ് അതിന്റെ പ്രശ്നം. നിങ്ങൾ ജിഹാദ് എന്താന്ന് പഠിക്കൂ. ഇപ്പോൾ നിങ്ങൾ കൂട്ടുകാരെ ആരെങ്കിലും ഒരാൾ നിങ്ങളോട് നീ എന്താ നിസ്കരിക്കാത്തതെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ കൂട്ടുകാരെങ്കിലും നിസ്കരിക്കാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്? ഉണ്ട്. അയാൾ ചെയ്തത് ഒരു ജിഹാദാണ്. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. നീ വിഷമിക്കാനില്ല. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. എന്റെ അടുത്ത് മുസ്ലിങ്ങളായിട്ട് അങ്ങനെ ആരും ചോദിച്ചില്ല. മറ്റു കൂട്ടുകാർ ചോദിച്ചു. ഞാൻ കൂടുതൽ ഹിന്ദുക്കളായിട്ടല്ല വളർന്നു. തള്ളു കാരണം പോരല്ലേ, ഫീസ് വരെ അടിച്ചു പോയി. ഹിന്ദുക്കളെ വിടും. ഞാൻ ചോദിക്കുന്ന മുസ്ലിങ്ങൾ. നമ്മൾ സംസാരിക്കുന്നത് ജിഹാദികളുടെ കാര്യമാണ്. നിങ്ങൾക്ക് ജിഹാദ് എന്താണെന്ന് അറിയില്ല. എങ്ങനെയാണ് ഇസ്ലാമിൽ ഈ ജിഹാദ് വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയില്ല. ഇനിയിപ്പോൾ അതൊക്കെ ആദ്യം പഠിപ്പിക്കണം. അപ്പോഴേ പൊട്ടൻഷ്യൽ ജിഹാദി എന്താണെന്ന് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവുള്ളൂ. അതാണ് ഈ പ്രശ്നം.
നിങ്ങളെപ്പോലുള്ള ആളുകൾ ഉണ്ടാക്കുന്ന മറ്റൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ജിഹാദി എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ഒരു ആസ് എ വാരിയർ അല്ലെങ്കിൽ ഐഡിയോളജിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ആളുകളാകാനുള്ള സാധ്യത, ഓക്കെ, അതിനെയാണ് വേണമെങ്കിൽ നമുക്ക് ഈ ജിഹാദി എന്ന് വിളിക്കുന്നു എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു ബൈ ഡെഫിനിഷൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ ആ സാധ്യത എല്ലാ ഐഡിയോളജിയുടെ ആളുകൾക്കുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട്, ഹിന്ദുക്കൾക്കുണ്ട്, ക്രിസ്ത്യാനികൾക്കുണ്ട്, മുസ്ലിങ്ങൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു ആശയത്തിന്റെ പേരിൽ അതിങ്ങനെ 24/7 ഇങ്ങനെ നിരന്തരം അതിങ്ങനെ പ്രചരിപ്പിച്ച് ഇങ്ങനെ നടക്കാനുള്ള ഒരു സാധ്യത, അത് ഏത് ആശയത്തിനാണ്? ആ ഒരു പ്രൊപ്പൻസിറ്റി കൂടുതൽ ഏതിനാണ്? ഇതാണ് നമ്മളുടെ അന്വേഷണം. ആ അന്വേഷണം ഇന്ന് നിലവിൽ അത് ഇസ്ലാമിൽ. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. മതത്തിന് വേണ്ടി ഡിഫൻസ് കളിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ജിഹാദ്. എന്തുകൊണ്ടാണ് അത് അത്രമാത്രം ഈ മതബോധം കൊണ്ടു നടക്കുന്ന ആളുകളായതുകൊണ്ടാണ്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. നിങ്ങൾ ഈ കഴിഞ്ഞ കുറേ വിഷയങ്ങൾ നിങ്ങൾ എടുക്കുക. ഏത് മതത്തിനാണ് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ത്വര ഇവിടെ ഉള്ളത്? ഇപ്പോൾ ഈ യൂണിഫോമിന്റെ ഇഷ്യൂ വരുന്നു, അതിൽ ത്വര ഉണ്ടാക്കുന്നത് ഏത് മതമാണ്? സൂംബ വിഷയം വന്നു, അതിൽ ഈ തുറപ്പം പണി എടുത്തത് ഏത് ആൾക്കാരാണ്? ഇവിടെ ഈ യൂണിഫോം സിവിൽ കോഡ് അത് കൊണ്ടുവരുന്നതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൽ എതിർപ്പുണ്ടാക്കുന്നത് ഏത് മതമാണ്? ഈ കാര്യത്തിൽ രമേശ് ചേട്ടൻ ഞങ്ങളെ ഉപദേശിക്കരുത്. ഞാൻ പറയുന്നത് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്താലേ സ്വർഗ്ഗത്തെത്തുള്ളൂ എന്നാണ്. ഇതിൽ ഏതൊരു 5 പ്രാക്ടീസ് ചെയ്തിട്ട് 5 ചെയ്യാതിരുന്ന അയാൾ മുസ്ലിം അല്ല. അതിപ്പോ മുഹമ്മദ് നബി അങ്ങനെ 100% മുസ്ലിം ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ആക്ച്വലി ആരിഫ് ഹുസൈൻ ആർഗ്യ സ്ഥാപിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം വെച്ചാൽ ഞാൻ നിങ്ങളെ കാര്യം പോയിന്റ്സ് കറക്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് നാണം തോന്നില്ലേ? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഞാൻ പറഞ്ഞത്. അപ്പം ആരിഫ് ഹുസൈൻ പറയുന്നത് ടെക്നിക്കലി അതെല്ലാം ഓക്കെയാണ്. മീൻസ് ഇതെല്ലാം ഒരു ആശയമാണ്. പക്ഷെ ഈ ആശയത്തിന് എങ്ങനെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയും? ലോകത്തൊരു കമ്മ്യൂണിസ്റ്റ് ആശയം നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയും? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണല്ലേ? നിന്നെ കഴുതനും വിളിക്കാൻ പറ്റത്തില്ല, ആനയെന്നും വിളിക്കാൻ പറ്റത്തില്ല, നിന്നെ ചൂരിൽ വെച്ച് അടിച്ചു കൊല്ലാനും പറ്റത്തില്ല. കഴിയും. എങ്ങനെയാണ് അത് കഴിയാം? അത് എടുക്കാൻ ആളില്ലാതായാൽ മതി. നമുക്കറിയാം അവന്റെയൊക്കെ കഥ. കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന് പറയുന്നത് അത് എവിടെയൊക്കെ അത് അപ്ലൈ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ആളുകളെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന ഒരു സാധനമാണ്. അതാണ് ലോക ചരിത്രം. കമ്മ്യൂണിസ്റ്റ് ആശയത്തിലൂടെ പോയതിന്റെ പേര് വിജയിച്ചിട്ടുള്ള സാധനം പറയും, ഒരു പഞ്ചായത്തിന്റെ പേര്. കമ്മ്യൂണിസത്തിൽ മാർക്സിസത്തിൽ നിന്ന് എടുത്തു വെച്ചു എന്നതിന്റെ പേരിൽ ഈ കേരളത്തിന് ഉണ്ടായിട്ടുള്ള ഒരു ഗുണം പറയും. എഡ്യൂക്കേഷൻ സിസ്റ്റം ഏത് പോലീസുകാരനെ അറിയാൻ പറഞ്ഞത്? കേരള എഡ്യൂക്കേഷനിൽ എങ്ങനെ ഇത്ര മുമ്പോട്ട്? പക്ഷെ എനിക്കാളെ മനസ്സിലായി. ആ മഹാ മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. കേരളം എങ്ങനെ എഡ്യൂക്കേഷനിൽ വന്നത് ഒന്ന് പറയും. അതിലൊക്കെ പിറകിൽ ഒരുപാട് മൂവ്മെന്റ് ഉണ്ട്. സൈക്കോളജിക്കൽ മൂവ്. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം ഇനിയും ബാക്കി. നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നാറി എന്തിനാടാ ജീവിക്കുന്നത്? പോയി മരിക്കടാ. അപ്പൊ നിങ്ങൾ പറയുന്നത് ഇപ്പൊ കേരളം ഇംപ്രൂവ് ചെയ്തത് കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചതുകൊണ്ടാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഭരിച്ചു എന്നുള്ളതല്ല, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അതിനെ എടുത്തതുകൊണ്ടാണ്. അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേ കമ്മ്യൂണിസ്റ്റുകാർ നിന്നിരുന്ന സ്ഥലമല്ലേ വെസ്റ്റ് ബംഗാൾ? അവിടെ എന്തുകൊണ്ടാണ് ഇത് വിജയിക്കാൻ? താങ്കൾ വീണ്ടും വീണ്ടും ഫൂൾ ആയിക്കൊണ്ടിരിക്കുവല്ലേ? കാര്യങ്ങൾ സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? വെസ്റ്റ് ബംഗാളിൽ വിജയിച്ചില്ലെന്ന് ആരാ പറഞ്ഞു? വെസ്റ്റ് ബംഗാളിൽ വിജയിച്ചിട്ടുണ്ടോ? വെസ്റ്റ് ബംഗാളിൽ വിജയം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ വിജയമാണോ ആരിഫ് ഹുസൈൻ? അല്ലല്ല. എടാ മണ്ട, അവിടെ ആളുകൾക്ക് കേരളത്തിൽ അതേ സ്റ്റാൻഡേർഡ്സ് കിട്ടാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ എന്ത് ചെയ്യും? എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. നേരെ തിരിച്ച് ആരിഫ് ഹുസൈൻ കാണേണ്ടത് ബംഗാളിൽ ഇന്നും BJPക്ക് എന്തുകൊണ്ടാണ് അധികാരം പിടിക്കാൻ പറ്റാത്തത്? BJP ഇപ്പൊ വന്നതല്ലേ? അവിടെ ഏതാണ്ട് 10-40 വർഷം ഭരിച്ചത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ തുടർച്ചയായിട്ട്? എന്നിട്ട് എന്തുകൊണ്ട് കേരളം പോലെ കേരളത്തിനെ കവച്ചു വെക്കുന്ന രീതിയിൽ ഒരു ഡെവലപ്മെന്റ് വന്നില്ല? വെസ്റ്റ് ബംഗാളിൽ എന്താ പ്രോബ്ലം? ഒരു പ്രോബ്ലം ഇല്ല വെസ്റ്റ് ബംഗാളിൽ. അവിടുത്തെ വിദ്യാഭ്യാസം എങ്ങനെയാണ്? ലൈഫ് സ്റ്റാൻഡേർഡ്സ് എങ്ങനെ? സസ്റ്റൈനബിൾ ഇൻഡെക്സിന്റെ വാല്യൂ എങ്ങനെയാണ്? ഇവിടുത്തെ ഹെൽത്ത് കെയർ എങ്ങനെയാണ്? സോഷ്യൽ ഇൻഡെക്സ് എങ്ങനെയാണ് ഇരിക്കുന്നത്? അവിടുത്തെ ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെയാണ്? അവിടുത്തെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് HDI എങ്ങനെയാണ്? പറയൂ. കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചിരുന്ന സമയത്ത് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നുള്ളത് തന്നെയാണ്. തനിക്ക് ഈ കണ്ടവന്റെ ആസനം താങ്ങുന്ന ഏർപ്പാട് നിർത്തി വേറെ വല്ല പണിയുണ്ടോ നോക്കുന്നില്ല. പറ, എത്ര രൂപ വേണം ഈ ശിഖണ്ഡിയുടെ വേഷം വലിച്ചെറിഞ്ഞ് ഇനിയുള്ള കാലം ആണുങ്ങളെ പോലെ ജീവിക്കാൻ? പറ, എത്ര ലക്ഷം മാധവൻ ഉണ്ട് തരും? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. അതായത് കംപ്ലീറ്റ് ചെയ്യട്ടെ. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്. ഇന്ന് ലോകത്ത് ഹിറ്റ്ലർ ആളുകളെ കൊന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ പട്ടിണിക്കിട്ട് കൊന്നിട്ടുള്ള ഒരു ആശയം ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിസമാണ്. അത്രമാത്രം ഒരു ഫാഷിസ്റ്റ് ആശയമാണ് ഈ പറയുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കറിയോ? അതൊരു 4ാം മതമാണ്. ഞങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്?
ഒരുമാതിരി മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ? മല്ലയാ ഞാൻ പോവേണേ. കേസ് കൊടുക്കണം പിള്ളേച്ചാ. എന്നാ നിങ്ങൾ കോടതി പോ കേസ് കൊടു. എന്നാ താൻ കേസ് കൊടു. ഓക്കെ, ഞാൻ ഓൾറെഡി പോയി. അപ്പൊ നമുക്ക് അവിടെ കോടതി വെച്ച് കാണാം. ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ വെച്ച് കാണാം. ഓൾ ദി ബെസ്റ്റ്. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ.